Hi friends, welcome to Garam Masala, the magic spices of cooking. ബ്രെഡ് കട്ട്ലറ്റ്. ഇന്ന് നമുക്ക് ബ്രെഡ് കട്ട്ലറ്റ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു വെജിറ്റേറിയൻ വേർഷനാണ് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ട ചേരുവകൾ: ബ്രെഡ് സ്ലൈസസ് 4 എണ്ണം, ക്രഷ് ചെയ്ത ഇഞ്ചി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, പച്ചമുളക് 3 എണ്ണം, സവാള 1 കപ്പ്. പൊട്ടാറ്റോ 2 മീഡിയം സൈസ് വേവിച്ച് മാഷ് ചെയ്തത്, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പാൽ 1/4 കപ്പ്, ബ്രെഡ് ക്രംസ് 1 കപ്പ്, കറിവേപ്പില, ഉപ്പ്, എണ്ണ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് ബ്രെഡ് സ്ലൈസസിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരൽപ്പം ബട്ടർ ഒഴിച്ച് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ പ്ലെയിൻ ആയിട്ടാണ് ടോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഈ ബ്രെഡ് സ്ലൈസസിനെ നമുക്ക് ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കണം. ഇതിലോട്ട് ചെറുതായി മുറിച്ചു വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർക്കാം. നമുക്ക് ഈ ഒനിയൻ മിക്സ്ചറുമായി ഈ പൊട്ടാറ്റോയെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്ത പൊട്ടാറ്റോ ആണിത്. ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. അതായത് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മസാലയുമായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ചതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാൻ. നമുക്ക് ബാക്കി ബ്രെഡ് പീസസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സ്ചർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിൽ നിന്നും മീഡിയം സൈസ് ബോൾ എടുക്കാം. നമുക്കിതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതിനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് കട്ട്ലറ്റിന്റെ ഷേപ്പിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ കട്ട്ലറ്റും ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കട്ട്ലറ്റിനെ എടുത്ത് പാലിൽ മുക്കിയെടുക്കാം. ഇതിനെ ബ്രെഡ് ക്രംസ് കൊണ്ട് റോൾ ചെയ്തെടുക്കാം. ഒരു കൈ ഉപയോഗിച്ചാണ് പാലിൽ മുക്കിയെടുക്കേണ്ടത്. അടുത്ത കൈ ഉപയോഗിച്ച് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും. ഇതുപോലെ നമുക്ക് അടുത്ത കട്ട്ലറ്റ് കൂടെ തയ്യാറാക്കാം. നമ്മുടെ എല്ലാ കട്ട്ലറ്റും ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഓരോ കട്ട്ലറ്റായി ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ കട്ട്ലറ്റ് എല്ലാം തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കി കട്ട്ലറ്റുകൾ കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇതിനെ നമുക്കൊരു കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബ്രെഡ് കട്ട്ലറ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ടൊമാറ്റോ സോസിന്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.